ജോസഫൈനെതിരെ രൂക്ഷ വിമർശനവുമായി PK ഫിറോസ്. ട്രോളി ചിരിച്ചു തള്ളാൻ മാത്രം പോന്ന ഒരു നിഷ്കളങ്ക പ്രകടനമല്ല ജോസഫൈന്റെതെന്ന് ഫിറോസ്. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ MC ജോസഫൈനെ തലസ്ഥാനത്ത് നിന്നും മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസ് ചാനൽ വനിതാ കമ്മീഷൻ അധ്യക്ഷയോട് ലൈവായി പരാതി അവതരിപ്പിക്കാൻ അവസരം നൽകിക്കൊണ്ടുള്ള പരിപാടി വിവാദമായതിന് പിന്നാലെയാണ് ഇത്. ഗാർഹിക പീഡനം സംബന്ധിച്ച് പരാതി അറിയിക്കാൻ വിളിച്ച യുവതിയോട് MC ജോസഫൈൻ മോശമായാണ് പെരുമാറിയത്. ഇതാണ് വിമർശനങ്ങൾ ഉയരാനുള്ള കാരണം. ഗാർഹിക പീഡനം സംബന്ധിച്ച പരാതി അറിയിക്കാൻ വിളിച്ച യുവതിയോട് MC ജോസഫൈൻ മോശമായി പെരുമാറിയതാണ് വിമർശനങ്ങൾ ഉയരാനുള്ള കാരണം. യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് MC ജോസഫൈനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തി. PK ജോസഫിന്റെ പ്രതികരണം: ട്രോളി ചിരിച്ചു തള്ളാൻ മാത്രം പോന്ന ഒരു നിഷ്കളങ്ക പ്രകടനമല്ല ജോസഫൈന്റേത്. ഞാൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരിക്കാം, പക്ഷേ ഞാൻ പാർട്ടിയിലൂടെയാണ് വളർന്നത്. ഞങ്ങളുടെ പാർട്ടി കോടതി കൂടിയാണ്, പോലീസ് സ്റ്റേഷനുമാണ്. പാർട്ടിക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയത്. വനിതാ കമ്മീഷൻ അധ്യക്ഷയായ എനിക്ക് നേരെയാണ് ഒരു ആക്രമണം ഉണ്ടാകുന്നതെങ്കിലും ശരി, ഞാൻ ആദ്യം എൻ്റെ പാർട്ടിയെയാണ് സമീപിക്കുക. പാർട്ടി അംഗമായ ഒരു സ്ത്രീ നൽകിയ പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് ജോസഫൈൻ നടത്തിയ പരാമർശങ്ങളാണിത്. മറ്റൊരിക്കൽ 83 വയസ്സുള്ള പത്തനംതിട്ടക്കാരിയായ ലക്ഷ്മിക്കുട്ടിയമ്മ തന്റെ അയൽവാസി മർദ്ദിച്ചതിനെ തുടർന്ന് പോലീസിന് നൽകിയ പരാതിയിൽ ഒരു പുരോഗതിയുമില്ലാത്ത കാരണത്താൽ വനിതാ കമ്മീഷനെ സമീപിച്ചു. എന്നാൽ ദൂരെ ഒരിടത്തേക്ക് ഹിയറിംഗിന് വിളിച്ചപ്പോൾ അടുത്തുള്ള സ്ഥലം ആവശ്യപ്പെട്ട സമയത്ത് വനിതാ കമ്മീഷൻ അധ്യക്ഷ അവരോട് യാതൊരു മര്യാദയും കൂടാതെ സംസാരിക്കുകയും ചെയ്തു. വനിതാ കമ്മീഷൻ പോലെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ തലപ്പത്തിരിക്കുന്ന ഒരാൾ പലപ്പോഴായി നടത്തിയ പ്രസ്താവനകളും സമീപനവുമാണ് മുകളിലുള്ളത്. ഇന്നലെ മനോരമ എന്തിന് സഹിക്കണമെന്ന തരിക്കട്ടോട് നടത്തിയ ഫോൺ-ഇൻ പരിപാടിയിൽ പങ്കെടുത്തത് വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്നു. ആ തലക്കെട്ട് എന്തുകൊണ്ടും ഉചിതമാണെന്ന് പരിപാടി കണ്ട പ്രേക്ഷകർക്ക് പിന്നീട് മനസ്സിലായി. താൻ നേരിടുന്ന ഗാർഹിക പീഡനം വെളിപ്പെടുത്തി പരാതി നൽകാൻ വിളിച്ച സ്ത്രീയോട് ഒരു ക്ഷമയും കൂടാതെ സംസാരിക്കുകയും ഒടുക്കം എന്നാൽ പിന്നെ അനുഭവിച്ചോട്ടാ എന്ന കുത്തുവാക്കോടെ സംഭാഷണം അവസാനിപ്പിക്കുകയും ചെയ്തു. ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. CPM-ലൂടെയാണ് ഞാൻ വളർന്നു വന്നത്. ഈ പാർട്ടിക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ജീവിതം നഷ്ടപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.